നൂറ്റാണ്ടുകളോളം എണ്ണവിളക്കുകളും പന്തങ്ങളും മാത്രമായിരുന്നു കേരളത്തിന്റെ രാത്രികളെ വെളിച്ചമുള്ളതാക്കിയിരുന്നു. മാറ്റത്തിന്റെ കിരണങ്ങൾ ദൂരെയായിരുന്നു. 1900കളുടെ തുടക്കത്തിൽ കൊച്ചി രാജാവായിരുന്ന രാമവർമ്മയാണ് കേരളത്തിൽ വൈദ്യുതി എത്തിക്കാനുള്ള ആദ്യത്തെ വിപ്ലവകരമായ ചിന്തയ്ക്ക് തുടക്കമിട്ടത്. പരിഭാഷ 1906 കൊച്ചിയിൽ ആദ്യത്തെ സ്റ്റീം ജനറേറ്റർ സ്ഥാപിക്കപ്പെട്ടതോടെയാണ് കേരളത്തിന്റെ മണ്ണിൽ ആദ്യമായി ഒരു വൈദ്യുത കണം പിറവിയെടുത്തത്. ആദ്യഘട്ടത്തിൽ രാജകൊട്ടാരങ്ങളിലും പ്രധാന സർക്കാർ ഓഫീസുകളിലും മാത്രമായിരുന്നു വൈദ്യുതി നൽകിയിരുന്നത്. അതൊരു വലിയ അത്ഭുതമായിരുന്നു അന്ന്. 1929 തിരുവനന്തപുരത്ത് വൈദ്യുതീകരണ ജോലികൾ ആരംഭിച്ചു. ശ്രീചിത്തിര തിരുനാൾ മഹാരാജാവിന്റെ ഭരണകാലമായിരുന്നു ആ സുപ്രധാന മാറ്റത്തിന് സാക്ഷ്യം വഹിച്ചത്. കേരളത്തിന്റെ വൈദ്യുതി ചരിത്രത്തിലെ നാഴികക്കല്ലായ പള്ളിവാസൽ ജലവൈദ്യുത പദ്ധതിയുടെ നിർമ്മാണം മനോഹരമായ മൂന്നാർ മലനിരകളിൽ ആരംഭിച്ചു. യന്ത്രസാമഗ്രികൾ മലമുകളിലെത്തിക്കാൻ വലിയ പ്രയാസമായിരുന്നു. തൊഴിലാളികളുടെ കഠിനാധ്വാനമാണ് പള്ളിവാസൽ പദ്ധതിയെ യാഥാർത്ഥ്യമാക്കിയത്. 1940 പള്ളിവാസൽ പദ്ധതി കമ്മീഷൻ ചെയ്തതോടെ കേരളത്തിൽ വൻതോതിൽ വൈദ്യുതി ഉൽപ്പാദിപ്പിച്ചു തുടങ്ങുകയും വ്യവസായങ്ങൾക്ക് വഴി തുറക്കുകയും ചെയ്തു. 1957 കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡ് രൂപീകൃതമായതോടെ വൈദ്യുതി വിതരണം കൂടുതൽ ആസൂത്രിതവും ജനകീയവുമായി മാറി. ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ ആർച്ച് ഡാമുകളിൽ ഒന്നായ ഇടുക്കി അണക്കെട്ട് കേരളത്തിന്റെ വൈദ്യുതി ആവശ്യങ്ങൾ നിറവേറ്റുന്നതിൽ പ്രധാന പങ്കുവഹിച്ച് മലയോര മേഖലകളിലും വനപ്രദേശങ്ങളിലും വൈദ്യുതി എത്തിക്കുന്നത് ജീവൻ പണയപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു വലിയ വെല്ലുവിളിയായിരുന്നു. വൈദ്യുതി ഉൽപ്പാദനം തികയാതെ വന്നതോടെ കേരളം ലോഡ് ഷെഡിങ്ങിന്റെയും പവർ കട്ടിന്റെയും കഠിനമായ നാളുകളിലൂടെ കടന്നുപോയിട്ടുണ്ട്. മഴക്കാലം ഇന്നും KSEBക്ക് വലിയൊരു പരീക്ഷണമാണ്. മരങ്ങൾ വീണും ലൈനുകൾ പൊട്ടിയും വെളിച്ചം നിലയ്ക്കുന്നത് നിത്യസംഭവമായിരുന്നു. സബ്സ്റ്റേഷനുകളിൽ രാപ്പകൽ അധ്വാനിക്കുന്ന ജീവനക്കാരാണ് തടസ്സമില്ലാത്ത വൈദ്യുതി വിതരണം ഉറപ്പാക്കാൻ എന്നും പരിശ്രമിക്കുന്നത്. മഴയെയും കാറ്റിനെയും വകവയ്ക്കാതെ പോസ്റ്റുകളിൽ കയറി വെളിച്ചം തിരിച്ചെത്തിക്കുന്ന ലൈൻമെന്മാരാണ് നമ്മുടെ യഥാർത്ഥ പോരാളികൾ. ജലവൈദ്യുത പദ്ധതികൾക്ക് പുറമെ താപവൈദ്യുത നിലയങ്ങളും കേരളത്തിന്റെ വർദ്ധിച്ചുവരുന്ന ഊർജ്ജ ആവശ്യങ്ങൾക്കായി പിന്നീട് സ്ഥാപിക്കപ്പെട്ടു. കായലുകൾക്കും പുഴകൾക്കും മുകളിലൂടെ കൂറ്റൻ ടവറുകൾ നിർമ്മിച്ച് വൈദ്യുതി എത്തിക്കുന്നത് വലിയൊരു എഞ്ചിനീയറിംഗ് വിസ്മയം തന്നെയാണ്. പഴയ മീറ്ററുകളിൽ നിന്ന് സ്മാർട്ട് മീറ്ററുകളിലേക്കുള്ള മാറ്റം വൈദ്യുതി ഉപഭോഗം കൂടുതൽ കൃത്യമായി കണക്കാക്കാൻ ഇന്ന് നമ്മെ സഹായിക്കുന്നു. പുനരുപയോഗ ഊർജ്ജത്തിലേക്ക് കേരളം മാറുകയാണ്. ഇന്ന് വീടുകളുടെ പുരപ്പുറങ്ങളിൽ സ്ഥാപിച്ച സോളാർ പാനലുകൾ വലിയൊരു മാറ്റം സൃഷ്ടിക്കുന്നു. ഗതാഗത രംഗത്തും വൈദ്യുതി വിപ്ലവം എത്തിക്കഴിഞ്ഞു. ഇലക്ട്രിക് വാഹനങ്ങളും അവയ്ക്കുള്ള ചാർജിംഗ് സ്റ്റേഷനുകളും കേരളത്തിലെങ്ങും വർദ്ധിച്ചു വരുന്നു. ഇന്ന് കേരളത്തിന്റെ രാത്രികൾ പകലുകളെപ്പോലെ പ്രകാശഭരിതമാണ്. ഈ വികസനത്തിന് പിന്നിൽ വൈദ്യുതി എന്ന മഹാശക്തിയാണുള്ളത്. ക്യൂ നിൽക്കാതെ നിമിഷങ്ങൾക്കുള്ളിൽ വൈദ്യുതി ബില്ലുകൾ അടയ്ക്കാനുള്ള സൗകര്യങ്ങൾ ഇന്ന് നമ്മുടെ കൈവെള്ളയിലുണ്ട്. വൈദ്യുതി അമൂല്യമാണ്, അത് പാഴാക്കരുത്. കരുതലോടെയുള്ള ഉപയോഗം വരും തലമുറയ്ക്കായി ഊർജം കരുതിവെക്കാൻ സഹായിക്കും. കൂടുതൽ ആധുനികമായ സ്മാർട്ട് ഗ്രിഡുകളിലേക്ക് കേരളം മാറുകയാണ്. തടസ്സമില്ലാത്ത വൈദ്യുതി എന്ന ലക്ഷ്യത്തിലേക്കുള്ള പ്രയാണമാണിത്. ഇരുളിൽ നിന്ന് വെളിച്ചത്തിലേക്കുള്ള കേരളത്തിന്റെ ഈ യാത്ര നൂറ്റാണ്ടിന്റെ വികസന ചരിത്രം കൂടിയാണ് വിളിച്ചോതുന്നത്. കേരളത്തിന്റെ ചരിത്രവും വിശേഷങ്ങളും ഇനിയും അറിയാം. കൂടുതൽ വീഡിയോകൾക്കായി ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ.